നമസ്കാരം. തിരഞ്ഞെടുപ്പ് പോർമുഖത്ത് പാർട്ടികളെ പ്രതിസന്ധിയിലാക്കുന്നത് ആരൊക്കെ? ദിവസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷവും പ്രശ്നപരിഹാരമില്ല. കണ്ണൂർ സീറ്റിൽ കടുംപിടുത്തം തുടർന്ന് കെ സുധാകരൻ. ലീഗിലിടഞ്ഞ് രണ്ടത്താണി. ഒപ്പം കൂട്ടി വിസ്മയം തീർക്കാൻ LDF. CPM-ന് വിമത തലവേദന. മുതിർന്ന നേതാക്കളെ BJP വെട്ടിയോ? വിശദമായി നോക്കാം. ടോപ്പ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം. കോൺഗ്രസ് ആസ്ഥാനത്ത് വീണ്ടും നിർണായക യോഗം. തർക്കസ്ഥലങ്ങൾ ഒഴിച്ചിട്ടേക്കും. കെ സുധാകരൻ, അടൂർ പ്രകാശ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായില്ല. KC വേണുഗോപാൽ കെ സുധാകരനുമായി സംസാരിച്ചു. കെ സുധാകരനെ വിമർശിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് മുല്ലപ്പള്ളി. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് പിന്നാലെ പോസ്റ്ററുകൾ അടിച്ചിറക്കി മുഹമ്മദ് ഷിയാസ്. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് CPM. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ തയ്യാറെന്ന് ജില്ലാ നേതൃത്വം. രണ്ടത്താണിക്ക് തിരൂരങ്ങാടിയോ വള്ളിക്കുന്നോ നൽകാമെന്ന് വാഗ്ദാനം. സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം. വൈകാരിക പ്രകടനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPM നേതാക്കളുമായി നല്ല ബന്ധമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി. CPM വിട്ടവർക്ക് UDF പിന്തുണ. എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ്. PK ശശി ഒറ്റപ്പാലത്തും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും മത്സരിക്കും. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തെ എതിർത്ത് യൂത്ത് കോൺഗ്രസ്. മലപ്പുറത്ത് മന്ത്രി അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാൻ LDF. താനൂരിൽ നിന്ന് മാറി തിരൂരിൽ മത്സരിക്കും. പാലക്കാട് ഇടത് സ്വതന്ത്രനായി NMR റസാഖും കൊടുവള്ളിയിൽ സലീം മടവൂരും സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി നാളെ പത്രിക സമർപ്പിക്കും. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി നേരിട്ടതോടെ തിരുവനന്തപുരം സീറ്റിൽ അനിശ്ചിതത്വം. സീറ്റ് CPM ഏറ്റെടുക്കില്ല. ആന്റണി രാജുവിന് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ജനാധിപത്യ കേരള കോൺഗ്രസിന് നിർദ്ദേശം. ഇടത് സ്വതന്ത്രനുള്ള സാധ്യത പരിശോധിക്കും. തിരുവനന്തപുരത്തിനായി കേരള കോൺഗ്രസ് M-ന്റെ നീക്കം. ഇടത് വലത് മുന്നണി ബന്ധത്തെ ജനം നേരിടുമെന്ന് BJP. ഭക്തിസാന്ദ്രമായി അയോധ്യ. സരയൂ തീരത്ത് നടന്ന ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്ത് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാത്തിബിനെയും വധിച്ചെന്ന് റിപ്പോർട്ട്. സ്ഥിരീകരിക്കാതെ ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രയേലിലേക്കും ഇറാൻ ആക്രമണം തുടരുന്നു. ഖത്തറിലും UAE-യിലും പെരുന്നാളിന് ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കി ചുരുക്കി. ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഇന്ത്യ. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി നാളെ. വിധി പറയുന്നത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നിന്ന് ബാഴ്സലോണ ന്യൂകാസിൽ പോരാട്ടം. മത്സരം രാത്രി 11:30. ക്വാർട്ടറിലെത്താൻ ന്യൂകാസിലിന് ജയം അനിവാര്യം. മാസപ്പിറവി കണ്ടില്ല. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റംസാൻ മറ്റന്നാൾ. സ്റ്റോറി ഓഫ് ദി ഡേ. ദൂരമാണെങ്കിലും കാണണം ഈ ദൃശ്യഭംഗി. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം മാറിയില്ല. തർക്കമുള്ള സീറ്റുകളിലെ തീരുമാനം നീളുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ വീണ്ടും ചേരും. കെ സുധാകരൻ വഴങ്ങിയില്ലെന്ന് സൂചന. അടൂർ പ്രകാശിനും എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. BJP സ്ഥാനാർത്ഥി പട്ടികയിലും തർക്കം ഉടലെടുക്കുകയാണ്. രണ്ടാം ഘട്ട പട്ടിക നാളെ പ്രഖ്യാപിക്കും. കേരള നേതാക്കൾ പങ്കെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ആദ്യം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രണ്ടാം ഘട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുവരെ ഉണ്ടായില്ല. വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. അതിസങ്കീർണമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്?
നമ്മൾ ഈ വിജ്ഞാപനം വന്നത് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് വിജ്ഞാപനം. ഞായറാഴ്ച വരുന്നു, ഇന്ന് ബുധനാഴ്ച ആകുമ്പോൾ 4 ദിവസം. ഈ 4 ദിവസമായിട്ട് പോലും ഇവർക്ക് 2ാം ഘട്ട ഇന്നലെ 1ാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചെങ്കിൽ ആ 1ാം ഘട്ട പട്ടിക എന്ന് പറയുന്നത് വെറും 55 പേരാണ്. അതൊരു ശ്രമകരമായ ദൗത്യമൊന്നുമായില്ല. ഏറെക്കുറെ ഉറപ്പുള്ള സിറ്റിംഗ് MLA-മാരെ ഉൾപ്പെടുത്തി തർക്കമില്ലാത്തിടങ്ങളിൽ 55 പേർ. ബാക്കി അവർ 95 സീറ്റുകളാണ് മത്സരിക്കുന്നത്. ബാക്കി ഇനി 40 സീറ്റുകളൊക്കെ പ്രഖ്യാപിക്കാൻ കിടക്കുന്നു. അതാണ് ഏറ്റവും കൂടുതൽ തർക്കമുള്ള സീറ്റുകൾ. ആ തർക്കമുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഓരോ മണിക്കൂറുകളിലും തർക്കങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഈ മാരത്തോൺ ചർച്ച ഡൽഹിയിൽ നടന്നിട്ട് പോലും അതിലൊരു തീരുമാനമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നേതാക്കളൊക്കെ തന്നെ രാത്രിയോടുകൂടി കേരളത്തിലേക്ക് മടങ്ങിക്കുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശൻ മടങ്ങി, സണ്ണി ജോസഫ് മടങ്ങി, എല്ലാവരും മടങ്ങി. വീണ്ടും കേരളത്തിൽ ഇന്ന് രാത്രിയോടുകൂടി ആ പട്ടിക പുറത്തു വരുമെന്നാണ് ഇത് കരുതിയിരുന്നത്. പക്ഷേ വീണ്ടും ചില തർക്കമുള്ള 3-4 സീറ്റുകളിൽ ഒരു വിധത്തിൽ പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നാളെ കേന്ദ്ര കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം വീണ്ടും നാളെ ചേരുന്നതിന് ശേഷം മാത്രമായിരിക്കും 2ാം ഘട്ട പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ 3-4 സീറ്റുകളിൽ മാത്രം മുടക്കി നിൽക്കുന്ന ഈ ഒരു തർക്കത്തെ തുടർന്നാണ് ഈ 2ാം ഘട്ട പട്ടിക പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ കഴിയാതെ വരുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനം, എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നത് കെ സുധാകരൻ തന്നെയാണ്. കെ സുധാകരനെ അനുനയിപ്പിക്കാനായി ഡൽഹിയിൽ നീണ്ട അതായത് വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ ഓരോരുത്തർ നേതാക്കന്മാർ ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിട്ട് പോലും കെ സുധാകരൻ വഴങ്ങിയില്ല, അനുനയിച്ചില്ല. ഒരു വാർത്താ സമ്മേളനമൊക്കെ ഇന്ന് വിളിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് ഒഴിച്ചാൽ കെ സുധാകരൻ ഒരു വിധത്തിന് സമവായത്തിൻ്റെ പാതയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും അവിടെ കണ്ണൂരിൽ എന്ത് സംഭവിക്കുന്നത് വലിയൊരു ചോദ്യം, ആകാംക്ഷ തന്നെയാണ്. എന്നാൽ കണ്ണൂർ സീറ്റ് ഒഴിച്ചിട്ടെങ്കിലും മറ്റ് സീറ്റുകൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നു. അവസാന നിമിഷം വരെ വൈകിട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഉണ്ടായില്ല. കണ്ണൂർ സീറ്റ് ഒഴിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ് വലിയ രീതിയിൽ മത്സരം അവിടെ ഉണ്ടാക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അവിടെ ഈ സതീഷ് കൊച്ചുപറമ്പിൽ, അദ്ദേഹത്തിൻ്റെ തന്നെ നോമിനിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സതീഷ് കൊച്ചുപറമ്പിലിനെ അടൂർ പ്രകാശിൻ്റെ തന്നെ സമവായം ഉണ്ടാക്കി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതകളാണ് തിരിഞ്ഞു വരുന്നത്. പക്ഷേ മറ്റു ചില പ്രധാനപ്പെട്ട സീറ്റുകൾ ഇപ്പോഴും തർക്കമോടെ ഉടലെടുക്കുകയാണ്. അതിലൊന്ന് എൽദോസ് കുന്നപ്പള്ളിയാണ്, സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാകും സീറ്റ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണം ഏത് രീതിയിലായോ അദ്ദേഹം പ്രതികരിക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ സങ്കീർണം തന്നെയായിരിക്കും. മറ്റൊന്ന് കൊച്ചിയാണ്. കൊച്ചിയിൽ ഈ ദീപ്തി മേരി വർഗീസുമുണ്ട്, DCC പ്രസിഡന്റായ ഷിയാസ് മുഹമ്മദുമുണ്ട്. ഈ 2 പേരും അവിടെ പോസ്റ്റർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സീറ്റ് ആർക്ക് എന്നതൊരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു. അവിടുത്തെ തർക്കത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇതുവരെ കോൺഗ്രസിന്റെ 2ാം സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല. ഇനി BJP-യിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു തർക്കം ഉടലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കളെ അവഗണിച്ചു എന്നൊരു പരാതി BJP-യിൽ ഇതിനോടകം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലം തീരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ ആ രീതിയിലൊക്കെ എങ്ങനെയാണ് BJP-യിലെ ഭിന്നത ഇനി പരിഹരിക്കുക? BJP-യിൽ വലിയ രീതിയിൽ തന്നെയാണ് 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അവർ സ്റ്റാർ കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് പ്രമുഖ നേതാക്കളെയും ശക്തരെയും കരുത്തന്മാരെയും ഒക്കെ കളത്തിലിറക്കിയായിരുന്നു അവിടെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പക്ഷേ അപ്പോഴും MT രമേശ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, MT രമേശിന് സീറ്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കാത്തിരുന്നത് തൃശ്ശൂരായിരുന്നു. പക്ഷേ തൃശ്ശൂർ പത്മജ വേണുഗോപാലിന് കൊടുത്തു. അത് കാരണം അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്ന് തഴയപ്പെട്ടു. എന്നാൽ തൃശ്ശൂർ തന്നില്ല എങ്കിൽ താൻ ഇനി മത്സര രംഗത്തെ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചും കഴിഞ്ഞു. അങ്ങനെ MT രമേശ് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ 1ാം ഘട്ട പട്ടികയിലില്ല. അദ്ദേഹം ആറന്മുളയൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ആറന്മുളയിലുമില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ നാളെ ഈ 2ാം ഘട്ട പട്ടിക വരുമ്പോൾ അവിടെ ഇപ്പോൾ അടിയന്തര യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നേതാവ്, പ്രധാനമന്ത്രി, അതൊപ്പം അമിത്ഷാ, ഒപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നാളെ രാവിലെയോടുകൂടി 2ാം ഘട്ട പട്ടിക BJP-യുടേത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കുമ്മനം രാജശേഖരന് തിരുവനന്തപുരം സെൻട്രൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളൊക്കെ തിരിയുകയാണ്. എന്തായാലും നാളത്തെ ഒരു രാത്രി അല്ലെങ്കിൽ നാളത്തെ ഒരു പകലെന്ന് പറയുന്നത് കോൺഗ്രസിനായാലും BJP-ക്കായാലും ഏറെ നിർണായകം തന്നെയാണ്. അമ്പിളി, ശരി, കോൺഗ്രസിന്റെയും BJP-യുടെയും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നും ഉണ്ടായില്ല. നാളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് 2 പാർട്ടിയിലെയും നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്രി ഡിസൂസ. കോൺഗ്രസിന്റെ സീറ്റ് പ്രഖ്യാപനത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ബാക്കി വരുന്ന 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാർട്ടിയിൽ ഒരു തർക്കവുമില്ലെന്നാണ് രമേശ് ചെന്നിത്തലയും ഇന്ന് പറഞ്ഞത്. ഇന്ന് കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. CPM-നെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ദേശീയ തലത്തിലൊരു പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അല്ല, അത് ഇന്ന് തന്നെയാകും. ഇന്ന് തന്നെ എല്ലാം പൂർത്തിയാകും. അതെ, ഇന്ന് കൂടുതൽ 3
തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂർ രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. ഇടത് വലതു മുന്നണികളിൽ വിഭാഗീയതയും വിമത നീക്കവും സജീവമാണ്. ഇതോടെ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരം കടുക്കുകയാണ്. കോൺഗ്രസിൽ സുധാകരനും CPM-ൽ വിമതരും ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇരു മുന്നണികളും. കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിനോട് വിവരങ്ങളുമായി. ജോസഫ്, ഏറ്റവും പ്രധാനം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ K. സുധാകരൻ മത്സരിക്കുമോ എന്നുള്ളതാണ്. CPM-ലേക്ക് വരികയാണെങ്കിൽ TK ഗോവിന്ദന്റെ ആരോപണങ്ങൾ CPM-ന് വലിയ വെല്ലുവിളിയാണ്. ഈ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തളിപ്പറമ്പിലും പേരാവൂരിലുമൊക്കെ CPM എങ്ങനെ എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്? അമ്പിളി, UDF നേതൃത്വം പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണന് പിന്തുണ അറിയിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. V. കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കേണ്ട ഒരാവശ്യകതയും ഇന്ന് UDF-ന് ഇല്ല എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളുമായി വരും ദിവസങ്ങളിൽ വരുമെന്നും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നുമാണ് DCCക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പിലും TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള UDF നീക്കത്തിൽ കൊയ്യം രാഘവൻ, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ UDF കൈച്ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് കൊയ്യം രാഘവൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ K. സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ മറ്റു മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും തന്നെ തുടങ്ങാൻ കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ K. സുധാകരന്റെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് സുധാകര പക്ഷത്തിനുള്ളത്. ഇരിക്കൂറിലും പേരാവൂരിലും ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം K. സുധാകരനെ അനുനയിപ്പിച്ച് സുധാകരന്റെ ആവശ്യത്തോട് അംഗീകരിച്ചില്ലെങ്കിൽ അത് ജില്ലയിൽ കനത്ത പ്രഹരമായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം പേരാവൂരിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പ്രത്യേക പരിഗണനയും പ്രത്യേക ശ്രദ്ധയും വേണമെന്നാണ് ഇപ്പോൾ പാർട്ടി മേൽഘടകം ഇത്തരത്തിൽ പ്രാദേശിക ഘടകങ്ങൾക്കും കീഴ്ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇരു മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തലവേദന സൃഷ്ടിക്കുന്ന തരത്തിൽ വിമത നീക്കവും അതുപോലെ തന്നെ പാളയത്തിൽ പടയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കണ്ണൂരിന്റെ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കലങ്ങിമറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. അമ്പിളി, ശരി, കണ്ണൂരിൽ നിന്ന് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. K. സുധാകരനെ വിമർശിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പറയണമെന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം മറക്കരുതെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് പ്രതികരിച്ചു. താൻ സീറ്റിനായി ഇത്രയും കാലത്തിനിടെ ഭിക്ഷാടനം നടത്തിയിട്ടില്ല, മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് ഇതുവരെ മത്സരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാവരും അവർക്ക് എന്തെങ്കിലും അത്തരം അഭിപ്രായമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് സുധാകരനാകട്ടെ, ഞാനാകട്ടെ, പ്രവീണാകട്ടെ, അതല്ലെങ്കിൽ അഭിജിത്താകട്ടെ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരാകട്ടെ, ഒരു പബ്ലിക്കായിട്ട് തൻ്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. K. സുധാകരൻ മത്സരിക്കേണ്ട എന്ന് MLA K. ബാബു. K. സുധാകരന്റെ വലിപ്പം ചെറുതായി കാണുന്നില്ല. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാവാണ് അദ്ദേഹം. മത്സരിക്കണമെന്ന നിലപാട് എല്ലാ MP-മാരും മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്നും അദ്ദേഹം ചോദിച്ചു. എനിക്ക് K. സുധാകരൻ്റെ സംഭാവനകളെ കുറിച്ച് യാതൊരു തർക്കമുള്ള ആളല്ല. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ഒരു കുറവുമില്ല, അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ MP-മാർ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഇവരിപ്പോൾ MP, ഞാൻ ഇതിനു പറഞ്ഞ കാര്യമാണ്, ഒരു MP-ക്ക് അനുവാദം കൊടുത്താൽ മറ്റൊരു MP-ക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് ചോദിക്കില്ലേ? കോൺഗ്രസ് സീറ്റിനായി കൊച്ചിയിൽ പോസ്റ്റർ ഇറക്കി മുഹമ്മദ് ഷിയാസും ദീപ്തി മേരി വർഗീസും. കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി എന്ന പേരിലാണ് ഇരുവരും പോസ്റ്റർ തയ്യാറാക്കിയിരുന്നത്. ദീപ്തി മേരി വർഗീസിന്റെ പോസ്റ്ററുകൾ അടിച്ചതിന് പിന്നാലെ മുഹമ്മദ് ഷിയാസിന്റെ പേരിലും പോസ്റ്ററുകൾ വന്നു. കൊച്ചിയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്ന തലക്കെട്ടോടെയാണ് ദീപ്തിക്കായി പോസ്റ്ററുകൾ ഒരുങ്ങിയത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഷിയാസിനെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷിയാസിന്റെ പോസ്റ്ററുകൾ. സാധ്യതാ പട്ടികയിലുള്ളതുകൊണ്ടാണ് പോസ്റ്റർ അടിച്ചതെന്ന് ദീപ്തി മേരി വർഗീസ്. പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയത്. തീരുമാനം മറിച്ചാണെങ്കിലും പരാതിയില്ല, തനിക്കെല്ലാം പാർട്ടിയാണെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. ഇതിപ്പോ എന്താണെന്നുള്ള തീരുമാനം വന്നിട്ടില്ലല്ലോ. അത് AICC എന്നുള്ള ഒരു തീരുമാനം വന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല.
KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിനെതിരെ പൂഞ്ഞാർ മണ്ഡലത്തിൽ പോസ്റ്റർ. ഇറക്കുമതി സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ വേണ്ട എന്ന പോസ്റ്ററാണ് മണ്ഡലത്തിൽ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അലോഷ്യസ് സേവ്യർ സ്വന്തം നാട്ടിൽ മത്സരിക്കട്ടെ എന്നും പോസ്റ്ററിൽ വിമർശനമുണ്ട്. ഭരണങ്ങാനം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് സജി ജോസഫിനെതിരെയും പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. സജി ബാങ്ക് കൊള്ളക്കാരനെന്നും അലോഷ്യസ് സ്വന്തം നാട്ടുകാർക്ക് വേണ്ടാത്തവനെന്നുമാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിലെ ഈരാറ്റുപേട്ടയിലാണ് പോസ്റ്ററുകൾ കൂടുതലായും പതിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ പ്രതിസന്ധി രൂക്ഷം. ഇടഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമം തുടങ്ങി. രണ്ടത്താണിയെ തിരൂരങ്ങാടിയിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ CPM തീവ്ര ശ്രമം ആരംഭിച്ചതോടെയാണ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുള്ള കൂടുതൽ ലീഗ് നേതാക്കളെ മത്സരിപ്പിക്കാനും ലീഗിലെ അസംതൃപ്തി പരമാവധി മുതലെടുക്കാനുമാണ് ഇടതുമുന്നണിയുടെ നീക്കം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ലീഗിലുണ്ടായ അസ്വസ്ഥത രൂക്ഷമായി തുടരുകയാണ്. നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തുവന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ലീഗിലെ അസംതൃപ്തി മുതലെടുക്കാൻ CPM ശ്രമം ആരംഭിച്ചതോടെ മലപ്പുറത്തെ രാഷ്ട്രീയം കൂടുതൽ കലങ്ങി മറിയുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലീഗിന് പ്രതിരോധമൊരുക്കിയിരുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പുകഴ്ത്തി രംഗത്ത് വന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ലീഗിലെ അസംതൃപ്തി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ ശ്രമം തുടരുമെന്ന് വ്യക്തമാക്കി. ലീഗിന്റെ പ്രയാസ ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. ലീഗിന് അല്ലെങ്കിൽ UDFന് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുക. അതിനുള്ള ശ്രമം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തും. CPI മത്സരിക്കുന്ന തിരൂരങ്ങാടി മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന വാഗ്ദാനമാണ് CPM നൽകുന്നത്. ഇതിനായി തിരൂരങ്ങാടി മണ്ഡലം ഏറ്റെടുക്കുന്നതിനായി CPM നേതൃത്വം CPIയുമായി ചർച്ച നടത്തി. തിരൂരങ്ങാടിക്ക് പുറമെ വള്ളിക്കുന്ന്, കൊണ്ടോട്ടി മണ്ഡലങ്ങളെ ചൊല്ലിയുള്ള ഭിന്നതകളും അനുകൂലമാക്കാനുള്ള ശ്രമം CPM തുടരുന്നുണ്ട്. അതേസമയം സീറ്റുകൾ ലഭിക്കാത്തവരുടെ വൈകാരിക പ്രകടനമാണ് നിലവിലുള്ളതെന്നും എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നുമല്ല. അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവര് MLA ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും അതിന്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ച നേതൃത്വം പ്രശ്നം ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, മലപ്പുറം. തിരഞ്ഞെടുപ്പ് പോരാട്ടം മുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ശത്രുക്കളെന്ന് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്നും KPA മജീദ്. ഫേസ്ബുക്കിലാണ് KPA മജീദിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പത്രിക സമർപ്പിക്കും. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. 11 മണിക്ക് നേതാക്കൾക്കൊപ്പം ജാഥയായി എത്തും. കെട്ടിവെക്കാനുള്ള തുക പത്തനാപുരം ഗാന്ധി ഭവൻ നിവാസികൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും നാളെ പത്രിക സമർപ്പിക്കും. ജന്മനാട്ടിലേക്ക് മത്സരിക്കാനിറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് ചലച്ചിത്ര താരം രമേശ് പിഷാരടി. തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ നിന്ന് പിഷാരടി പാലക്കാട്ടേക്ക് യാത്ര രാവിലെയാണ് തിരിച്ചത്. ആരോപണം ഉയർന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അനുഭവിക്കണം. രാഹുൽ ചെയ്ത നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും പിഷാരടി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA, ചെയർമാൻ PJ ജോസഫിന്റെ മകനും പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോൺ ജോസഫ് എന്നിവർ ഉൾപ്പെടെ പാർട്ടിയുടെ 8 സ്ഥാനാർത്ഥികളും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. കേരള കോൺഗ്രസിന്റെ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്തത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായുള്ള വിട്ടുവീഴ്ചയാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള കേരള കോൺഗ്രസിന്റെ 8 സ്ഥാനാർത്ഥികളെ ഇന്നലെ വൈകുന്നേരമാണ് പ്രഖ്യാപിച്ചത്. ഔദ്യോഗികമായി പ്രചരണ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് സ്ഥാനാർത്ഥികൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിലെത്തിയത്. പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്, ചെയർമാൻ PJ ജോസഫിന്റെ മകനും തൊടുപുഴയിലെ സ്ഥാനാർത്ഥിയുമായ അബു ജോൺ ജോസഫ്, കേരള കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് സ്ഥാനാർത്ഥികളായ തോമസ് ഉണ്ണിയാടൻ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, റജി ചെറിയാൻ, വിനു ജോബ്, ഷിബു തെക്കുംപുറം, ഷൈജി ഓട്ടപ്പള്ളി എന്നിവരാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ, മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ എന്നിവർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു. സംസ്ഥാനത്ത് UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് പറഞ്ഞ മോൻസ് ജോസഫ് കേരള കോൺഗ്രസിന്റെ 2 സീറ്റുകൾ വിട്ടു നൽകിയത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണയെ തുടർന്നാണെന്നും കൂട്ടിച്ചേർത്തു.
UDFന്റെ വിജയം ഉറപ്പാക്കാൻ പരസ്പരമുള്ള വിട്ടുവീഴ്ച അനിവാര്യമാണെന്ന ബോധ്യത്തിലാണ് ഇത്തവണത്തേക്ക് മാത്രമായി സീറ്റുകൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഇതൊരു വൺ ടൈം എഗ്രിമെന്റ് ആണെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. UDFന്റെ വിജയം ഉറപ്പാക്കാനും പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെ ഒരു ധാരണയിൽ മുന്നോട്ട് പോകാനുമുള്ള അഭ്യർത്ഥന വെച്ചു. അതിനടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 10 സീറ്റ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ആ സീറ്റുകൾ പാർട്ടിക്ക് തിരികെ ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വൺ ടൈം എഗ്രിമെൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അത് UDFന്റെ വിജയത്തിന് വേണ്ടിയാണ്. UDF തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളും ജയിച്ചു വരണമെന്ന കാഴ്ചപ്പാടോടെ വെച്ചു. ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അക്കാര്യത്തിലുണ്ടായിരുന്നു. ചർച്ചകളിൽ കേരള കോൺഗ്രസിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കോട്ടയം ലോക്സഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് വിജയിക്കാൻ അവസരമൊരുക്കിയതുകൂടി പരിഗണിച്ചാണ് വിട്ടുവീഴ്ച. UDFന്റെ വിജയമാണ് ഏറ്റവും പ്രധാനമെന്നും മോൻസ് പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് LDF പാലക്കാടും അതുപോലെ തന്നെ കോഴിക്കോട് കൊടുവള്ളിയിലുമാണ് പ്രഖ്യാപിച്ചത്. കൊടുവള്ളിയിൽ സലീം മടവൂർ LDF സ്ഥാനാർത്ഥി, RJD നേതാവായ സലീം മടവൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ NMR റസാഖ് LDF സ്വതന്ത്രനായി മത്സരിക്കും. മുസ്ലിം ലീഗിലെ ആഭ്യന്തര പ്രശ്നം തിരുവമ്പാടിയിൽ UDFന് തലവേദനയാകുന്നു. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി CK കാസിമിനെതിരെ ഒരു വിഭാഗം രംഗത്ത്. ഇന്ന് മുക്കം ലീഗ് ഹൌസിൽ ചേർന്ന UDF നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ ലീഗിന്റെ ഒരു വിഭാഗം നേതാക്കൾ പങ്കെടുത്തില്ല. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ നേരത്തെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇത് പ്രകടമായിരുന്നു. നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ ലീഗ് വിമതർ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രംഗത്തെത്തിയത്. ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി VA നസീർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് KP അബ്ദുറഹ്മാൻ എന്നിവർക്ക് പുറമെ കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ NK അഷ്റഫ്, സലാം തേക്കുംകുറ്റി, മജീദ് തുടങ്ങി നിരവധി പേർ ഇന്ന് മുക്കത്ത് ചേർന്ന UDF നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ പങ്കെടുത്തില്ല. കഴിഞ്ഞ തവണ CP ചെറിയ മുഹമ്മദിനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന ആളാണ് സ്ഥാനാർത്ഥിയായ CK കാസിം എന്നാണ് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഗ്രൂപ്പിൽ നിന്നും മണ്ഡല സെക്രട്ടറി VA നസീറിന്റെ വോയിസ് ക്ലിപ്പ് ലീക്കായിരുന്നു. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തിരുവമ്പാടിയിൽ ഇത് UDFന് വലിയ തലവേദനയാകും. തിരുവമ്പാടിയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം സെൻട്രലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം വൈകുന്നു. ആന്റണി രാജുവിന്റെ അയോഗ്യത നിലനിൽക്കുന്നതിനാൽ സ്വതന്ത്രയെ മത്സരിപ്പിക്കാൻ നീക്കം നടത്തുകയാണ് LDF. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജു നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്കാകും മുൻഗണന. BJPയുടെ 2ാം ഘട്ട പട്ടികയിലാകും തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുമുന്നണിയും NDAയും ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ച UDF ആകട്ടെ ഘടകകക്ഷിയായ CMPക്ക് നൽകിയതിലൂടെ ജില്ലയിലെ കോൺഗ്രസ് ഘടകത്തിൽ നിന്ന് കടുത്ത വിയോജിപ്പും പ്രതിഷേധവുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇടതുമുന്നണിയിലാകട്ടെ ഘടകകക്ഷിയായ ആന്റണി രാജുവിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. കേസിനെ തുടർന്നുണ്ടായ അയോഗ്യത മാറിക്കിട്ടാനായി കാത്തിരുന്ന ആന്റണി രാജുവിനും ഇടതുമുന്നണിക്കും ഹൈക്കോടതിയും വിധി ശരിവെച്ചതോടെ തിരിച്ചടിയായി. മണ്ഡലം ഘടകകക്ഷിയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന ആവശ്യം CPM ജില്ലാ നേതൃത്വം ആദ്യമേ മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ഘടകകക്ഷിക്ക് തന്നെ നൽകാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടിൽ ഇനി മണ്ഡലം LDF സ്വതന്ത്രരെ തേടുകയാണ്. സ്വതന്ത്രരോ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജു നിർദ്ദേശിക്കുന്ന ആളോ സ്ഥാനാർത്ഥിയാകും. നാളെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് LDFന്റെ നിർദ്ദേശം. ഇതിനിടെ BJPയും തിരുവനന്തപുരം സെൻട്രൽ ഒഴിച്ചിട്ടാണ് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചത്. മറ്റു പാർട്ടികളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വിമതരെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന അഭ്യൂഹം ആദ്യം പരന്നിരുന്നു. എന്നാൽ BJPയുടെ 2ാം ഘട്ട പട്ടികയിൽ സെൻട്രലിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കൾ വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തി. CPM സീറ്റ് ഏറ്റെടുക്കില്ലെന്നും മണ്ഡലത്തിലെ വിജയസാധ്യത പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. പൊതു LDF സ്വതന്ത്രനെ വെക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. രണ്ടത്താണി വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലാണെന്നും സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ കോടതി ആ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് പൊതുവെ രാഷ്ട്രീയമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളെ വെച്ചുകൊണ്ട്
LDF പൊതുവെ ഗുണകരമായിട്ട് എങ്ങനെ നമുക്ക് ഒരു തീരുമാനമെടുക്കാം എന്ന് സംബന്ധിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് UDF-ൽ പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ. അവർക്കിടയിൽ ജനകീയ വിഷയങ്ങൾ പ്രശ്നമല്ല, സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും സീറ്റ് കിട്ടുന്നതിലുള്ള കുതികാൽവെട്ടുമാണ് നടക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ UDF 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിന് സാധിച്ചിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഈ രണ്ട് മുന്നണികളിലും പ്രതിസന്ധിയുണ്ട്. UDF-ൽ അത് മൂർച്ഛിച്ചിരിക്കുകയാണ്. കാരണം അവർ എടുക്കുന്ന നിലപാടുകൾ പലതും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല, അവരെ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ്. LDF-ലും UDF-ലും നടക്കുന്നത് കേരളത്തിലെ പൊതുജനത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമല്ല, ഒരു ചർച്ചയുമല്ല. അവർ ആർക്കൊക്കെ സീറ്റ് കിട്ടണം ഉള്ള കുതികാൽ വെട്ടിനാണ് അവർ ശ്രമിക്കുന്നത്. NDA ശരിയായ ദിശയിൽ ജനങ്ങളുടെ വികസന താല്പര്യങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും മൂർത്തമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കാര്യത്തിൽ പാർട്ടി എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന് ബെന്നി ബെഹനാൻ MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം, എന്നാൽ ഒരു സീറ്റിലും സഭ ഇടപെട്ടിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കുന്നു, അത് ഏകദേശം ഉറപ്പിക്കുന്ന നിലയിലൊക്കെ വാർത്ത വരുന്നു. എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല, ഞാനങ്ങനെ കേൾക്കുന്നില്ല. ഞാൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോയതാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് രാവിലെ തിരിച്ചു വരുന്നു. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ആലോചന ഡൽഹിയിൽ ഇന്നലെ വരെ നടന്നതായിട്ട് എനിക്ക് അറിയില്ല. ഇപ്പോൾ നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ക്യാമറ സംവിധാനം ഏർപ്പെടുത്തും. ആദ്യമായാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇന്ദ്രശേഖർ IAS ആണ്. 2015 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇന്നലെ രാത്രി അലപ്പി ജില്ലാ കളക്ടറായിട്ട് ചാർജ് എടുത്തു. ഈ ഒരു ജില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ്. ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. ലോകപ്രസിദ്ധമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ ജില്ലയ്ക്ക് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്മീഡിയറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇലക്ഷനാണ്. അപ്പോൾ അതിനുള്ള സംസ്ഥാനത്തെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കുറ്റ്യാടി നിയമസഭാ മണ്ഡലം. 2016 മുസ്ലിം ലീഗ് പാറക്കൽ അബ്ദുള്ളയിലൂടെ തിരിച്ചുപിടിച്ച മണ്ഡലം 2021 KP കുഞ്ഞമ്മദ് കുട്ടിയിലൂടെ LDF-ന്റെ തന്നെ അക്കൗണ്ടിലായി. 2021 പാറക്കൽ അബ്ദുള്ള KP കുഞ്ഞമ്മദ് കുട്ടി പോരാട്ടത്തിന്റെ തനി ആവർത്തനമാണ് ഇത്തവണ കുറ്റ്യാടിയിൽ നടക്കാനിരിക്കുന്നത്. കുറ്റ്യാടി മുൻപ് മേപ്പയ്യൂർ മണ്ഡലമായിരുന്നു. മുസ്ലിം ലീഗിലെ പണാറത്ത് കുഞ്ഞുമുഹമ്മദ് വിജയിച്ചതിന് ശേഷം 2016 പാറക്കൽ അബ്ദുള്ളയിലൂടെയാണ് മുസ്ലിം ലീഗ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. CPM-ന്റെ തട്ടകത്തിൽ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയതിൽ CPM-ൽ പ്രാദേശികമായി പരസ്യ പ്രതിഷേധ പ്രകടനങ്ങൾ വരെയുണ്ടായി. നേതൃത്വത്തിന്റെ നീരസത്തിനിടയിലും KP കുഞ്ഞമ്മദ് കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ഒടുവിൽ നിർബന്ധിതമായി. 333 വോട്ടുകൾക്ക് പാറക്കൽ അബ്ദുള്ളയെ പരാജയപ്പെടുത്തി കുഞ്ഞമ്മദ് കുട്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും അച്ചടക്കം ലംഘിച്ചതിന് സംഘടനാ നടപടികളും വിവിധ തലങ്ങളിലുണ്ടായി. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുപക്ഷത്തിന് ചിന്തിക്കാൻ കുറ്റ്യാടിയിൽ KP കുഞ്ഞമ്മദ് എന്ന പേരല്ലാതെ മറ്റൊരു പേരില്ല. അതേസമയം നേരിയ മാർജിനിൽ വിജയം കൈവിട്ട പാറക്കൽ അബ്ദുള്ള 5 വർഷമായി പിന്നീട് മണ്ഡലത്തിൽ സജീവമായുണ്ട്. വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് കുറ്റ്യാടിയിൽ. അതൊരു ക്ലിയർ കട്ട് UDF മണ്ഡലം. ഒപ്പം ഇതിലുള്ള ഏറ്റവും വലിയൊരു ഘടകം ഈ CPM-ന്റെ ഞങ്ങൾ ജയിച്ചു വരുന്നതിൽ CPM-ന്റെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നീ ഘട്ടങ്ങളിലെല്ലാം UDF-നുണ്ടായ മേൽക്കൈ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പാറക്കൽ അബ്ദുള്ള. നമ്മൾ ഒരിക്കലുമില്ലാത്ത ഒരു കാലഘട്ടത്തിലുമില്ലാത്ത ഒരു മുന്നേറ്റം അത് കേരളം മുഴുക്കെ നമ്മൾ കാണുന്നുണ്ട്. കുറ്റ്യാടിയിലും ഉണ്ട്. കുറ്റ്യാടിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24,000 ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി, ചെറിയ ഭൂരിപക്ഷമല്ല. കുന്നുമ്മൽ പഞ്ചായത്ത് പോലും 6 സീറ്റ് 15 സീറ്റാണ്, 2 സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ
കാരണം കുന്നമലൊന്നും UDF കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയാണ്. ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ലെന്ന് അനുഭവങ്ങളുടെ കരുത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് KP കുഞ്ഞമ്മദ്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാഴ്ചപ്പാടാണ്. സംസ്ഥാന ഭരണത്തിൽ ആര് വരണം, സംസ്ഥാന ഭരണം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ വോട്ടർമാർക്ക് വ്യക്തമായ ധാരണയുണ്ട്. കുറ്റ്യാടി മണ്ഡലത്തിലും ആ രൂപത്തിൽ കേരള നിയമസഭയിൽ എങ്ങനെയായിരിക്കണം, കേരള ഭരണം എങ്ങനെയായിരിക്കണം, കുറ്റ്യാടിയിലെ പ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി മാത്രം ചേർന്നുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്തു പോകുന്നത് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയമാണ് എന്ന് പറയുന്നതാണ് ശരി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 4558 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് UDF-ന്. ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ 4ഇടത്ത് UDF-നും 3ഇടത്ത് LDF-നുമാണ് ഭരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകനാർക്കാവിലാണ്. കളരി അഭ്യാസികൾ പയറ്റിത്തെളിഞ്ഞ മണ്ണാണിത്. കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലാണ് ലോകനാർക്കാവുള്ളത്. 2021 പാറക്കൽ അബ്ദുള്ള KP കുഞ്ഞമ്മദ്കുട്ടി ക്ലാസിക്കൽ പോരാട്ടം നടന്ന മണ്ണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ക്ലാസിക്കൽ പോരാട്ടത്തിനാണ് കുറ്റ്യാടി നിയമസഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിജയി ആരാണെന്നറിയണമെങ്കിൽ അവസാനം വരെ കാത്തിരിക്കണം. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നാട്ടികയിലെ CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നാട്ടികയിൽ 33,000-ഓളം വോട്ടുകൾ നേടാൻ സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 66,000-ആക്കി ഉയർത്താൻ സാധിച്ചത് BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണ്. അതേസമയം നാട്ടികയിൽ കടുത്ത മത്സരത്തിനായുള്ള കരുക്കൾ നീക്കുകയാണ് LDFും കോൺഗ്രസും. കഴിഞ്ഞ 10 വർഷം നാട്ടിക MLA ആയിരുന്ന CC മുകുന്ദൻ BJPയിലെത്തിയതോടെ NDA ക്യാമ്പ് നാട്ടികയിൽ വലിയ പ്രതീക്ഷയിലാണ്. CC മുകുന്ദൻ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ CPIയുടെ ഒരു വിഭാഗം വോട്ടും നിഷ്പക്ഷരായിട്ടുള്ളവരുടെ വോട്ടുകളും നേടാനാകുമെന്നാണ് BJP പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33,716 വോട്ടുകളാണ് BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. ആകെ ചെയ്തതിൽ 21.96% വോട്ടാണ് BJPക്ക് നേടാനായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വോട്ടുകളുടെ എണ്ണം 54ആക്കി ഉയർത്തി 66,854 വോട്ടുകൾ BJP സമാഹരിച്ചു. ഇതാണ് BJPക്ക് നാട്ടിക നൽകുന്ന ആത്മവിശ്വാസം. LDF സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപി എത്തുമ്പോൾ പേയ്മെന്റ് സീറ്റ് വിവാദമടക്കം നാട്ടികയിൽ ചർച്ചയാവുകയാണ്. ഇത് LDFന് തിരിച്ചടിയാകുമെന്നതാണ് മറ്റു കക്ഷികളുടെ വിലയിരുത്തൽ. കോൺഗ്രസിലേക്ക് സുനിൽ ലാലൂർ കൂടി എത്തിയതോടെ നാട്ടികയിലെ മത്സരം കടുക്കുമെന്നാണ് പ്രതീക്ഷ. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് നോബൽ മാത്യുവിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഡ്വക്കേറ്റ് നോബൽ മാത്യു നൽകിയ ഖേദപ്രകടനം പരിഗണിച്ചാണ് നടപടി.